ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ അവസാനിച്ച മത്സരം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയ മത്സരം ഏതാണ്? ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ടെസ്റ്റ് മത്സരം. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ അവസാനിച്ച മത്സരം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയ മത്സരം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ടെസ്റ്റ് മത്സരമാണ്. 107 ഓവറിൽ 642 പന്ത് പൂർത്തിയായ ഈ മത്സരത്തിൽ ഇന്ത്യ 7 വിക്കറ്റിന് ജയിച്ചു. 107 ഓവറിൽ 642 പന്തിലാണ് ഈ മത്സരം പൂർത്തിയായത്. ഇന്ത്യൻ ബൗളർ ജസ്പ്രീത് ബുംറയാണ് പരമ്പരയിലെ താരം. 1932 656 പന്തിൽ അവസാനിച്ച ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക മത്സരമാണ് ഇതിനു മുൻപ് ഏറ്റവും വേഗത്തിൽ അവസാനിച്ച മത്സരം. ഇപ്പോൾ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ടെസ്റ്റ് മത്സരം അവസാനിച്ചത് 642 പന്തിലാണ്, 107 ഓവറിൽ. കലാഭവൻ മണി ചലച്ചിത്ര പുരസ്കാരം 2023 പ്രഖ്യാപിച്ചു. ഈ പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്ന് നോക്കാം. മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് മോഹൻലാലിനാണ്. മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് മീര ജാസ്മിനാണ്. മികച്ച ചിത്രം കാതൽ ദ കോർ എന്ന ചിത്രമാണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് TP മാധവനാണ്. മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് KS ചിത്രയ്ക്ക്. മിമിക്രി മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ശാരംഗധൻ കൂത്തുപറമ്പിനാണ്. 2023 കലാഭവൻ മണി ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ മോഹൻലാല്, മികച്ച നടി മീര ജാസ്മിൻ, മികച്ച ചിത്രം കാതൽ ദ കോർ, സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് TP മാധവന്, മികച്ച ഗായിക KS ചിത്ര, മിമിക്രി മേഖലയിലെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ശാരംഗധൻ കൂത്തുപറമ്പ്. കുവൈത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ഷെയ്ഖ് മുഹമ്മദ് സബാഹ് അൽ സലിം അൽ സബാഹ്. കുവൈത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തിയാണ് ഷെയ്ഖ് മുഹമ്മദ് സബാഹ് അൽ സലിം അൽ സബാഹ്. കുവൈത്തിന്റെ ഭരണാധികാരിയായി ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ സബാഹ് ആണ്. കുവൈത്തിന്റെ ഭരണാധികാരി അമീറാണ് ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ സബാഹ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് മത്സരത്തിന് ശേഷം ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ദക്ഷിണാഫ്രിക്കൻ താരം ആരാണ്? ഡീൻ എൽഗർ. ദക്ഷിണാഫ്രിക്കൻ താരമായ ഡീൻ എൽഗർ ആണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് മത്സരത്തിന് ശേഷം ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ദക്ഷിണാഫ്രിക്കൻ താരം. ഫ്രാൻസിൽ ചാമ്പ്യൻസ് ട്രോഫി ഫുട്ബോൾ ജേതാക്കളായ ക്ലബ്ബ് ഏതാണ്? PSG. PSG ക്ലബ്ബാണ് ഫ്രാൻസിൽ ചാമ്പ്യൻസ് ട്രോഫി ഫുട്ബോൾ ജേതാക്കളായ ക്ലബ്ബ്. ടുളൂസ് ക്ലബിനെ പരാജയപ്പെടുത്തിയാണ് PSG ഈ സീസണിലെ ആദ്യ കിരീടം നേടിയത്. 2024 രഞ്ജി ട്രോഫി ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ ഏതൊക്കെയാണ്? കേരളവും ഉത്തർപ്രദേശും. കേരളവും ഉത്തർപ്രദേശുമാണ് 2024 രഞ്ജി ട്രോഫി ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ. ആലപ്പുഴ SD കോളേജ് മൈതാനത്താണ് ആദ്യ മത്സരം നടക്കുന്നത്. സഞ്ജു സാംസൺ ആണ് കേരള ടീമിന്റെ ക്യാപ്റ്റൻ. കേരളം ഈ സീസണിൽ എലൈറ്റ് B ഗ്രൂപ്പിലാണ് മത്സരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത ഒളിമ്പ്യനായ ഗുസ്തി താരം KD ജാദവിന്റെ ജന്മദിനം സംസ്ഥാന കായിക ദിനമായി പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനമാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത ഒളിമ്പ്യനായ ഗുസ്തി താരം KD ജാദവിന്റെ ജന്മദിനം സംസ്ഥാന കായിക ദിനമായി പ്രഖ്യാപിച്ച സംസ്ഥാനം.
കഷബ ദാദാസാഹേബ് ജാദവ് എന്ന KD ജാദവിന്റെ ജന്മദിനം ജനുവരി 15-നാണ്. എയർ ഇന്ത്യയിൽ പുതുതായി സൃഷ്ടിച്ച ഗ്രൂപ്പ് ഹെഡ് തസ്തികയിൽ ആദ്യമായി നിയമിതനായ വ്യക്തി ആരാണ്? P. ബാലാജി. P. ബാലാജിയാണ് എയർ ഇന്ത്യയിൽ പുതുതായി സൃഷ്ടിച്ച ഗ്രൂപ്പ് ഹെഡ് തസ്തികയിൽ ആദ്യമായി നിയമിതനായ വ്യക്തി. എയർ ഇന്ത്യയുടെ MD-യും CEO-യുമായ വ്യക്തിയാണ് കാംബെൽ വിൽസൺ. ഹാർഡ്വെയർ മേഖലയിൽ നൂതന ആശയങ്ങളുള്ളവർക്ക് കേരള സർക്കാർ നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേരെന്താണ്? നിധി പ്രയാസ്. നിധി പ്രയാസ് എന്ന ധനസഹായ പദ്ധതിയാണ് ഹാർഡ്വെയർ മേഖലയിൽ നൂതന ആശയങ്ങൾ ഉള്ളവർക്ക് കേരള സർക്കാർ നൽകുന്ന ധനസഹായ പദ്ധതി. മികച്ച ആശയങ്ങളുടെ ഉൽപ്പന്ന മാതൃകകൾ ഉണ്ടാക്കുന്നതിന് 10 ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കുന്നതാണ് നിധി പ്രയാസ് പദ്ധതി. കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ലക്ഷദ്വീപിനെ ഏത് പ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന ഓപ്റ്റിക്കൽ ഫൈബർ കണക്ഷനാണ് പ്രധാനമന്ത്രി 2024 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്തത്? കൊച്ചി. ലക്ഷദ്വീപിനെ കൊച്ചിയുമായി ബന്ധിപ്പിക്കുന്ന ഓപ്റ്റിക്കൽ ഫൈബർ കണക്ഷനാണ് പ്രധാനമന്ത്രി 2024 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്തത്. ലക്ഷദ്വീപ് സമൂഹത്തിൽ 200 Gbps വേഗതയിലുള്ള ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കൊച്ചി ലക്ഷദ്വീപ് ഐലൻഡ് സബ് മറൈൻ ഓപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ പദ്ധതി. മന്ദരോഗത്തിന് ഫലപ്രദമായ സംയോജിത ചികിത്സാരീതി വികസിപ്പിച്ച കേരളത്തിലെ സ്ഥാപനം ഏതാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് ഡെർമറ്റോളജി, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് ഡെർമറ്റോളജിയാണ് മന്ദരോഗത്തിന് ഫലപ്രദമായ സംയോജിത ചികിത്സാരീതി വികസിപ്പിച്ച കേരളത്തിലെ സ്ഥാപനം. ഡോക്ടർ SR നരഹരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അലോപ്പതി, ആയുർവേദം, യോഗ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഈ ചികിത്സാരീതി വികസിപ്പിച്ചത്. ബ്രിട്ടീഷ് ജേണൽ ഓഫ് ഡെർമറ്റോളജിയുടെ ജേണലിൽ ഈ ചികിത്സാരീതിയെക്കുറിച്ച് കവർ സ്റ്റോറി വന്നിട്ടുണ്ട്. 2024 ജനുവരിയിൽ പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിച്ച് പഴയ പെൻഷൻ സമ്പ്രദായം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര സംസ്ഥാനമാണ് 2024 ജനുവരിയിൽ പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിച്ച് പഴയ പെൻഷൻ സമ്പ്രദായം ഏർപ്പെടുത്തിയ സംസ്ഥാനം. 2024 ദേശീയ യുവജന പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ബിസാത്തി ഭാരത്. ബിസാത്തി ഭാരതിനാണ് 2024 ദേശീയ യുവജന പുരസ്കാരം ലഭിച്ചത്. ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലക്കാരനാണ് ബിസാത്തി ഭാരത്. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12-ന് ആചരിക്കുന്ന 27ാമത് ദേശീയ യുവജന ദിനത്തിൽ ഈ പുരസ്കാരം സമ്മാനിക്കും. രണ്ടായിരത്തി 75ാമത് വാർഷികം ആഘോഷിക്കുന്ന രാജ്യത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഏതാണ്? NCC, നാഷണൽ കാഡറ്റ് കോർ. 2024 75ാമത് വാർഷികം ആഘോഷിക്കുന്ന രാജ്യത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് NCC, നാഷണൽ കാഡറ്റ് കോർ. 1948 ജൂലൈ 15-നാണ് NCC സ്ഥാപിതമായത്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് NCC. നവംബർ മാസത്തെ അവസാനത്തെ ഞായറാഴ്ചയാണ് ദേശീയ NCC ദിനം. NCCയിൽ ആകെ കേഡറ്റുകളുടെ 44% പെൺകുട്ടികൾക്ക് സംവരണം ഉറപ്പാക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനം ഏതാണ്? കേരളം. കേരളമാണ് NCCയിൽ ആകെ കേഡറ്റുകളുടെ 44% പെൺകുട്ടികൾക്ക് സംവരണം ഉറപ്പാക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനം.
NCC സംവരണ ചട്ടപ്രകാരം ആകെ കേഡറ്റുകളുടെ 33% പെൺകുട്ടികളായിരിക്കണം. എന്നാൽ കേരളത്തിൽ ഇത് 44%. NCCക്ക് രാജ്യത്ത് ഏക എയർ സ്ട്രിപ്പ് ഉള്ളത് കേരളത്തിലെ വണ്ടിപ്പെരിയാറിലാണ്. NCC ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ഗുർബീർ പാൽ സിംഗ് ആണ്. പ്രശസ്ത എഴുത്തുകാരി P. വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ഏത് കഥാപാത്രമാണ് 2024 ജനുവരിയിൽ അന്തരിച്ചത്? കുറുമാട്ടി. പ്രശസ്ത എഴുത്തുകാരി P. വത്സലയുടെ നെല്ല് എന്ന നോവലിലെ കുറുമാട്ടി എന്ന കഥാപാത്രമാണ് 2024 ജനുവരിയിൽ അന്തരിച്ചത്. കേരളത്തിലെ ഏത് ജില്ലയാണ് പൂപ്പൊലി 2024 എന്ന പേരിൽ രാജ്യാന്തര പുഷ്പമേള സംഘടിപ്പിക്കുന്നത്? വയനാട്. കേരളത്തിലെ വയനാട് ജില്ലയാണ് പൂപ്പൊലി 2024 എന്ന പേരിൽ രാജ്യാന്തര പുഷ്പമേള സംഘടിപ്പിക്കുന്നത്. വയനാട് അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ജനുവരി 1 മുതൽ 15 വരെയാണ് പുഷ്പമേള നടക്കുന്നത്. 2024 ഏപ്രിൽ 2 മുതൽ 25 വരെ കാനഡയിൽ നടക്കുന്ന കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ മത്സരിക്കാൻ യോഗ്യത നേടിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? ആർ പ്രജ്ഞാനന്ദ, വിദിത് ഗുജറാത്തി, ഡി ഗുകേഷ്. 2024 ഏപ്രിൽ 2 മുതൽ 25 വരെ കാനഡയിൽ നടക്കുന്ന കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ മത്സരിക്കാൻ യോഗ്യത നേടിയ ഇന്ത്യൻ താരങ്ങളാണ് ആർ പ്രജ്ഞാനന്ദ, വിദിത് ഗുജറാത്തി, ഡി ഗുകേഷ് എന്നീ 3 പേർ. അടുത്ത ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിറനെ നേരിടുന്നത് ആരാണെന്ന് തീരുമാനിക്കുന്നതിനുള്ള മത്സരമാണ് 8 താരങ്ങൾ മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ്. ഈ 8 താരങ്ങളിൽ 3 പേർ ഇന്ത്യക്കാരാണ്. അവരാണ് ആർ പ്രജ്ഞാനന്ദ, വിദിത് ഗുജറാത്തി, ഡി ഗുകേഷ് എന്നിവർ. 2023 വേൾഡ് ആർച്ചറി അവാർഡ് നേടിയ ഇന്ത്യൻ പാരാ അത്ലറ്റ് താരം ആരാണ്? ശീതൾ ദേവി. ജമ്മു കാശ്മീർ സ്വദേശിയായ ശീതൾ ദേവിയാണ് 2023 വേൾഡ് ആർച്ചറി അവാർഡ് നേടിയ ഇന്ത്യൻ പാരാ അത്ലറ്റ് താരം. രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് ശസ്ത്രക്രിയയില്ലാതെ ചികിത്സ നൽകുന്നതിന് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ആരംഭിക്കുന്ന ചികിത്സാ വിഭാഗം ഏതാണ്? ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം. രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് ശസ്ത്രക്രിയയില്ലാതെ ചികിത്സ നൽകുന്നതിന് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ആരംഭിക്കുന്ന ചികിത്സാ വിഭാഗമാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം. തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലാണ് ഈ ചികിത്സാ വിഭാഗം ആരംഭിക്കുന്നത്. എക്സ്റേ കിരണങ്ങൾ കടത്തിവിട്ട് രക്തക്കുഴലിലെ തടസ്സം കണ്ടെത്തി ചികിത്സിക്കുന്ന രീതിയാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി ചികിത്സ. രാഹുൽ ഗാന്ധി ജനുവരി 14 മുതൽ നടത്തുന്ന ഭാരത് ന്യായ് യാത്രയുടെ പുതിയ പേരെന്താണ്? ഭാരത് ജോഡോ ന്യായ് യാത്ര. രാഹുൽ ഗാന്ധി ജനുവരി 14 മുതൽ നടത്തുന്ന ഭാരത് ന്യായ് യാത്രയുടെ പുതിയ പേരാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര. ജനുവരി 14 മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര 15 സംസ്ഥാനങ്ങൾ പിന്നിട്ട് മാർച്ച് 20 മുംബൈയിൽ അവസാനിക്കും. 2023 രാഹുൽ ഗാന്ധി നടത്തിയ യാത്രയുടെ പേരാണ് ഭാരത് ജോഡോ യാത്ര. ഇപ്പോൾ 2024 നടത്തുന്ന യാത്രയുടെ പേരാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര. 2024 ജനുവരിയിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ലെവോട്ടോബി ലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയാണ് 2024 ജനുവരിയിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ലെവോട്ടോബി ലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം.
ഇന്തോനേഷ്യയിലെ ഈസ്റ്റ് നുസ തെങ്കാരയിലാണ് ഈ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ ചെയർമാൻ സ്ഥാനം ജനുവരി 1 ഏറ്റെടുത്ത രാജ്യം ഏതാണ്? റഷ്യ. റഷ്യയാണ് 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ ചെയർമാൻ സ്ഥാനം ജനുവരി 1 ഏറ്റെടുത്ത രാജ്യം. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവയാണ് ബ്രിക്സിലെ 5 അംഗരാജ്യങ്ങൾ. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ 5 രാജ്യങ്ങളും പുതുതായി ബ്രിക്സിൽ അംഗമായതോടെ ബ്രിക്സിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 10 ആയി. ബ്രിക്സിൽ അംഗമാകുവാനുള്ള ക്ഷണം അർജന്റീന 2024 നിരസിച്ചിരുന്നു. കൊല്ലം ജില്ലയിൽ നടക്കുന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായി പ്രദർശന ഇനമായി ഉൾപ്പെടുത്തിയ കലാരൂപം ഏതാണ്? മംഗലം കളി. മംഗലം കളി എന്ന കലാരൂപമാണ് കൊല്ലം ജില്ലയിൽ നടക്കുന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായി പ്രദർശന ഇനമായി ഉൾപ്പെടുത്തിയ കലാരൂപം. കാസർഗോഡ് പരവനടുക്കം മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളാണ് ഈ ഗോത്ര കലാരൂപം പ്രദർശന ഇനമായി അവതരിപ്പിച്ചത്. വിവാഹവുമായി ബന്ധപ്പെട്ട് ഗോത്ര വിഭാഗങ്ങൾ നടത്തുന്ന ഈ കളിയുടെ പ്രധാന വാദ്യം തുടിയാണ്. 2024 ജനുവരി 4 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തത്. നാവികസേനയുടെ പുതിയ ഉപമേധാവിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ദിനേശ് കെ ത്രിപാഠി. ദിനേശ് കെ ത്രിപാഠിയാണ് നാവികസേനയുടെ പുതിയ ഉപമേധാവിയായി ചുമതലയേറ്റ വ്യക്തി. ഒരു സംഗീത പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടി ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയ മലയാളി ഗായിക ആരാണ്? സുജേത സതീഷ്. സുജേത സതീഷ് ആണ് ഒരു സംഗീത പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടി ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയ മലയാളി ഗായിക. സുജേത സതീഷ് ഒരു സംഗീത പരിപാടിയിൽ 140 ഭാഷകളിൽ പാടിയാണ് ഈ റെക്കോർഡ് കരസ്ഥമാക്കിയത്. UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് 2023 നവംബർ 24 നടന്ന കൺസേർട്ട് ഫോർ ക്ലൈമറ്റ് പരിപാടിയിലാണ് സുജേത ഈ പ്രകടനം നടത്തിയത്. 2018 102 ഭാഷകളിലും 2021 120 ഭാഷകളിലും പാടി സുജേത റെക്കോർഡ് ഇട്ടിരുന്നു. ഇപ്പോൾ 2023 140 ഭാഷകളിൽ പാടിയാണ് സുജാത ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറന്റ് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.